ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അമിതവണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന അതുപോലെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓട്സ് പായസം റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത്. രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാനായിട്ട് സമയക്കുറവുള്ളവർക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പ്രിപ്പറേഷൻ ടൈം വളരെ കുറച്ച് മതി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫാറ്റ് നീക്കിയ പശുവിൻ പാലാണെങ്കിലും ഈ തേങ്ങാപ്പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ 3 സ്പൂൺ ഓട്സാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഓട്സ് ഇതുപോലെ നമ്മൾ തയ്യാറാക്കി കഴിക്കുമ്പോൾ വിശപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ ഓവർ ഈറ്റിംഗ് ടെൻഡൻസി ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് കഴിയും. അതുവഴി തന്നെ നമ്മുടെ വെയിറ്റ് ഒന്ന് കുറഞ്ഞു കിട്ടും. ഓവറായിട്ടുള്ള വെയിറ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓട്സിൽ ധാരാളം സോലുബിൾ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഓട്സ്. ആരോഗ്യകരമായ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ പെടുന്ന ഒന്നാണ് ഓട്സ്. ഓട്സിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ ഏതു പ്രായക്കാർക്കും ധാരാളം ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ശർക്കര നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ കലോറി ധാരാളം കുറവാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോളും തീരെ കുറഞ്ഞൊരു ഭക്ഷണമാണ്. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഹൃദയ പ്രശ്നങ്ങളുള്ളവർക്കും പ്രമേഹ രോഗികൾക്കും എല്ലാം ഇത് ആരോഗ്യകരമാണ്. അപ്പോൾ അവർക്ക് തയ്യാറാക്കുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മധുരത്തിൻ്റെതായ യാതൊരു കാര്യവും ആഡ് ചെയ്യാതെ വേണം കഞ്ഞിയായിട്ട് ഒക്കെ ഉണ്ടാക്കി കഴിക്കേണ്ടത്, പ്രത്യേകിച്ച് ഷുഗറുള്ള ആൾക്കാർ. അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷവും നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുന്തിരി 7 എണ്ണമാണ്. അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് 3 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഡെയിലി കഴിക്കാനുള്ള ഒരളവല്ല പറയുന്നത്. അതിനെക്കുറിച്ച് എപ്പോഴാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഓട്സ് പായസം. നമ്മളിത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം. ഇത് ഇപ്പോൾ നിങ്ങൾ ഡെയിലി കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമ്മുടെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഡെയിലി ആഡ് ചെയ്യേണ്ട. അത് ആഴ്ചയിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ആഡ് ചെയ്താൽ മതി. ബാക്കിയുള്ള ദിവസങ്ങളിൽ കുറച്ച് വെജിറ്റബിൾസും അതേപോലെ മുരിങ്ങയില, ചീര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് ചേർക്കുക. അതുപോലെ തന്നെ ഒരല്പം ജീരകം, 1/4 ടീസ്പൂൺ ജീരകമൊക്കെ ചേർത്തിട്ട് ഒരു കഞ്ഞി ഫോമിൽ ഉണ്ടാക്കി കുടിക്കുക. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം, അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിൽ വയ്ക്കാം. അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് ഡയബറ്റിക് ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന രീതിയാണേ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് കൂടി സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. വീഡിയോ ഷെയർ ചെയ്യാൻ മാത്രമുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.